മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയായ MK രാഘവനെതിരെ കോഴ ആരോപണത്തിൽ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. കോഴ വിവാദത്തെ തുടർന്ന് വന്ന പരാതിയിലാണ് കേസെടുത്ത്. വിവരങ്ങളുമായി AK രതീഷ് ചേരുന്നു. രതീഷ്, ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യാജമല്ല എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിഞ്ഞിരുന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയായിട്ടാണോ MK രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? മനു, ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് കോൺഗ്രസ് നേതാവും കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരെ നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ വേണ്ടി കഴിയും. ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുക്കാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ DGPക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DGP കേസെടുക്കാം എന്ന റിപ്പോർട്ട് താഴോട്ട് നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് ഇപ്പോൾ MK രാഘവനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. നമുക്കറിയാവുന്ന പോലെ തന്നെ TV9 ഭാരതവർഷ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് MK രാഘവൻ കുടുങ്ങിയത്. കോഴിക്കോട്ട് വ്യവസായ ആവശ്യത്തിനായി 15 ഏക്കർ ഭൂമി വേണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച റിപ്പോർട്ടറോട് MK രാഘവൻ 5 കോടി രൂപ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് തന്റെ ഡൽഹിയിലുള്ള പേഴ്സണൽ സ്റ്റാഫിനെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 കോടി രൂപ ചെലവായി എന്ന് അദ്ദേഹം ഈ സംഭാഷണത്തിനിടയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ സ്വകാര്യ ചാനൽ ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയതോടെയാണ് MK രാഘവൻ വെട്ടിലായത്. ഇതേ തുടർന്ന് LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി DGPക്ക് കൈമാറുകയായിരുന്നു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ഒളിക്യാമറ ദൃശ്യത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത യഥാർത്ഥ ടേപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ക്രിമിനൽ കേസ് വേണമെന്നും ആവശ്യപ്പെട്ടാണ് കണ്ണൂർ റേഞ്ച് IG MR അജിത് കുമാർ കഴിഞ്ഞ ദിവസം DGPക്ക് റിപ്പോർട്ട് നൽകിയത്. DGP ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് കേസെടുക്കുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടി. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കേസെടുക്കാമെന്ന നിയമോപദേശം DGPക്ക് തിരിച്ചു നൽകി. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ കേസ് MK രാഘവനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് MK രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഹാജരാക്കിയ രേഖ അനുസരിച്ച് 52 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ ആകെ ചെലവായത്. എന്നാൽ 20 കോടി രൂപയോളം തനിക്ക് ചെലവായതായി MK രാഘവൻ ഈ ഒളിക്യാമറ ഓപ്പറേഷനിൽ TV9 ഭാരതവർഷ ചാനൽ റിപ്പോർട്ടറോട് പറഞ്ഞിരുന്നു. അത്തരം വിപുലമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ഒളിക്യാമറ ദൃശ്യങ്ങൾ യഥാർത്ഥമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ കേസെടുത്തുകൊണ്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനാൽ കേസെടുത്ത് തന്നെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കോഴിക്കോട് ASP വാഹിദ് MR അജിത് കുമാറിന്, കണ്ണൂർ റേഞ്ച് IG MR അജിത് കുമാറിന് റിപ്പോർട്ട് നൽകിയത്. MR അജിത് കുമാർ DGPക്ക് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്മേലാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് വിശദീകരണം തേടുകയും അദ്ദേഹത്തിന്റെ കൂടി നിയമോപദേശ പ്രകാരം ഇപ്പോൾ MK രാഘവനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ലതീഷ്, ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ വ്യാജമാണ് അല്ലെങ്കിൽ ഇത് സത്യസന്ധമായ കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് MK രാഘവനും UDFും പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ യഥാർത്ഥമാണെന്ന് എന്ന വിവരം പുറത്തു വന്ന ഉടനെ ആ വാദങ്ങളൊക്കെ പൊളിയുകയായിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കേസ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയും ദേശീയ തലത്തിലടക്കം AICC വരെ വലിയൊരു പ്രതിക്കൂട്ടിലേക്ക് പോകുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും MK രാഘവനെ ടാർഗറ്റ് ചെയ്ത് മാത്രമായിരുന്നില്ല ഈ TV9 ഭാരതവർഷ ചാനൽ ഇത്തരത്തിലുള്ള ഒളിക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നത്. മറ്റു MPമാരെയും കോൺഗ്രസിന്റെയും BJPയുടെയും അടക്കമുള്ള മറ്റ് MPമാരെയും ഈ ചാനൽ സംഘം സമീപിക്കുകയും അവരിൽ നിന്ന് ഇത്തരത്തിൽ ചില അവരുടെ നിർണായകമായ വെളിപ്പെടുത്തലുകൾ വാർത്തയായി പുറത്തുവരികയും ചെയ്തിരുന്നു. എന്നാൽ കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥിയും സംസ്ഥാനത്തെ UDF നേതൃത്വവും ഇതിന് പിന്നിൽ ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ, പ്രത്യേകിച്ച് MK രാഘവന്റെ ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ CPIM ആണെന്ന രീതിയിലുള്ള വലിയ തോതിലുള്ള പ്രചരണം നടത്തി. CPIM അല്ല ഈ ഒളിക്യാമറ ഓപ്പറേഷന് പിന്നിൽ, CPIM അല്ല, അല്ലെങ്കിൽ CPIMന്റെ ഗൂഢാലോചന ഇല്ല എന്നുകൂടി വാഹിദിന്റെ ASP അന്വേഷിച്ച ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച ASP വാഹിദിന്റെ പ്രഥമ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസെടുത്താൽ മാത്രമേ കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ കഴിയൂ. അതുകൊണ്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ASP വാഹിദ് MR അജിത് കുമാറിന് റിപ്പോർട്ട് നൽകിയത്.
അതിന്റെ അടിസ്ഥാനത്തിലാണ് DGPയോട് വിശദീകരണം തേടിയതും DGP ഇപ്പോൾ കേസെടുക്കാനുള്ള നിർദ്ദേശം നടക്കാവ് പോലീസിന് കൈമാറിയതും ഇപ്പോൾ നടക്കാവ് പോലീസ് MK രാഘവനെതിരെ കേസെടുത്തതും. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ ഒരു ദിവസം മാത്രം ശേഷിക്കെ ഈ കേസെടുക്കാനുള്ള നിയമോപദേശം ലഭിച്ച ഘട്ടത്തിൽ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം UDFന്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് MK രാഘവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഇതിനും MK രാഘവനും അല്ലെങ്കിൽ UDFും ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധം തന്നെ തീർക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും രാഘവനുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. മനു, തീർച്ചയായും ലതീഷ്, ഇവിടെ 53 ലക്ഷമാണ് തെരഞ്ഞെടുപ്പ് ചെലവായി കമ്മീഷന് മുമ്പിൽ MK രാഘവൻ നൽകിയ തുക. പക്ഷേ ഈ തന്നെ സമീപിച്ച ചാനലുകാരോട് പറയുന്നത് ഏകദേശം 20 കോടി രൂപ അടക്കം ചെലവായി, 2 കോടി രൂപയിലേറെ ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ജനപ്രാതിനിധ്യ നിയമത്തിനപ്പുറത്തേക്ക് മറ്റു വകുപ്പുകൾ, ഗുരുതരമായ മറ്റു വകുപ്പുകൾ, ക്രിമിനൽ വകുപ്പുകളടക്കം ചുമത്താനുള്ള സാധ്യത കാണുന്നുണ്ടോ? ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുത്തു എന്ന ഒരു പ്രാഥമിക വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചത്. എഫ്ഐആറിലെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ അത്തരം ഏതെല്ലാം വകുപ്പ് പ്രകാരമാണ് MK രാഘവനെതിരെ കേസെടുത്തതെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുക്കാം എന്ന കൃത്യമായ നിയമോപദേശം പോലീസിന് ലഭിച്ചിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു. ഒളിക്യാമറ ദൃശ്യങ്ങളുമായി അല്ലെങ്കിൽ ഒളിക്യാമറ വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ ചില ചാനലുകൾ പുറത്തുവിടുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇതിന്റെ ഒറിജിനൽ ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഫോറൻസിക് പരിശോധന പൂർണ്ണമായും ശാസ്ത്രീയമായി തന്നെ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ ക്രിമിനൽ കേസെടുത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിയമം. അതുകൊണ്ടാണ് ഈ CD-യുടെ അല്ലെങ്കിൽ ഈ ദൃശ്യത്തിന്റെ യഥാർത്ഥ ദൃശ്യമാണോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അത്തരം പരിശോധനകൾ ഈ ഫോറൻസിക് പരിശോധനയിലൂടെ പുറത്തു വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരം ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ കോടതിയുടെ കൂടി ഒരു മുൻകൂർ അനുമതി വേണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുന്നതോടുകൂടി ഇത്തരത്തിൽ ഈ ദൃശ്യത്തിന്റെ സാധുത എത്രത്തോളം ഒറിജിനലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരിശോധനയിലൂടെ വ്യക്തമാവുകയും അതനുസരിച്ചുള്ള കേസ് നടപടികളുമായി, അന്വേഷണ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മനോ, ശരി 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 ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. കോഴ ആരോപണത്തിൽ MK രാഘവനെതിരെ, കോഴിക്കോട്ടെ നിലവിലെ MPയും UDF സ്ഥാനാർത്ഥിയുമായ MK രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവതരമായ സാഹചര്യമാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി MK രാഘവന് നേരിടേണ്ടി വന്നത്. അതായത് ഒരു ഹോട്ടൽ ഇടപാടിന് സ്ഥലം വേണം എന്ന രീതിയിൽ സമീപിച്ച ചാനൽ സംഘത്തോട് ചാനൽ സംഘം പറയുന്ന തുക തന്റെ സെക്രട്ടറിക്ക് കൈമാറാൻ പറയുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഏകദേശം 5 കോടിയോളം രൂപ അതായിരുന്നു പറയുന്നത്. അത് തന്നെ ദില്ലിയിലെ സെക്രട്ടറിക്ക് നൽകാനായിരുന്നു MK രാഘവൻ പറയുന്നത്. ഇതടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മാത്രമല്ല 20 കോടിയോളം രൂപ തനിക്ക് തെരഞ്ഞെടുപ്പിന് ചെലവായി, ഹൈക്കമാൻഡിൽ നിന്ന് വലിയ തുക ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ്, ഈ വീഡിയോ പുറത്തു വന്നതിനെ തുടർന്നാണ് രാഘവൻ വലിയ വിവാദത്തിൽ ചെന്ന് ചാടിയത്. ആദ്യഘട്ടത്തിൽ ഈ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, CPIM ആണ് അതിന്റെ പിന്നിലെന്നായിരുന്നു രാഘവന്റെ വാദം. പിന്നീട് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്ന് ദൃശ്യങ്ങൾ വ്യാജമല്ല എന്ന് തെളിവ് ലഭിക്കുന്നു. മാത്രമല്ല ചാനൽ മേധാവി അടക്കം ഇക്കാര്യത്തിൽ വളരെ വലിയ വിശദീകരണം നൽകി. രാഘവനെ മാത്രമല്ല മറ്റു പല MPമാരെ സമീപിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുമായി പുറത്തേക്ക് വന്നു. CPIM-മായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ചാനൽ മേധാവി അടക്കം പറയുന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ സ്വാധീനിക്കാവുന്ന രീതിയിൽ തന്നെ MK രാഘവൻ വലിയ പ്രതിരോധത്തിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കേസെടുക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്നത്. ലതീഷ് ഒരിക്കൽ കൂടി, ലതീഷ് ഇവിടെ പ്രധാനമായും ഉയർത്തുന്ന ഒരു വാദം എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ കേസെടുക്കുമ്പോൾ ഉയർത്താൻ പോകുന്ന UDF ഉയർത്താൻ പോകുന്ന ഒരു വാദം, ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ കേസ് എടുക്കുന്നത് എന്നത് തന്നെയായിരിക്കും. പക്ഷേ അത്തരത്തിലൊരു വാദം ഉയർത്തുമ്പോൾ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ആ ദൃശ്യമാണ്. അതിന്റെ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ വ്യാജമല്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ TV9 ഭാരത് വർഷ എന്ന ചാനലിന്റെ മേധാവി അടക്കം എന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ ഏത് അന്വേഷണ ഏജൻസിക്ക് വേണേലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പരിശോധനയ്ക്ക് നൽകാൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഈ കേസെടുക്കാനുള്ള നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന വാദത്തിന് എന്ത് പ്രസക്തിയാണ് ഈ സാഹചര്യത്തിൽ ഉണ്ടാവുക? ലതീഷ,
ലതീഷിന്റെ ടെലിഫോൺ ബന്ധം തകരാറായി. ലതീഷിലേക്ക് വീണ്ടും എത്താം. ഏതായാലും വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം. MK രാഘവനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് ഇപ്പോൾ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ്. TV9 ഭാരത് വർഷ എന്ന ചാനൽ പുറത്തുവിട്ട കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് 5 കോടി രൂപ ചാനൽ പ്രവർത്തകർ, റിയൽ എസ്റ്റേറ്റുകാർ എന്ന രീതിയിലെത്തിയ ചാനൽ പ്രവർത്തകർ വാഗ്ദാനം ചെയ്ത 5 കോടി രൂപ തന്റെ സെക്രട്ടറിക്ക്, ദില്ലിയിലെ സെക്രട്ടറിക്ക് കൈമാറണം എന്നതടക്കം പറയുന്ന ദൃശ്യങ്ങളായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. ഇപ്പോൾ എളമരം കരീം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എളമരം കരീം, ഇന്നിപ്പോൾ കേസെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആ ഒരു തീരുമാനം അന്ന് കേസെടുത്തിരിക്കുന്നു. ആ സമയത്ത് തന്നെ പറയുന്നു ഇത് രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണ്, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇത്തരത്തിൽ കേസെടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രസക്തി ആ വാദത്തിനുണ്ടോ? ആ ഒരു ദുർബലമായ വാദമുയർത്തി ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ UDF-ന് കഴിയുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ സംഭവത്തില് ശ്രീ MK രാഘവൻ നൽകിയ പരാതിയിന്മേലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ഈ TV9 ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങളുടെ നിജസ്ഥിതി അറിയുന്നതിന് അവരുടെ ഓഫീസിൽ പോയി ഇത് ദൃശ്യം പകർത്താൻ ഉപയോഗിച്ച ക്യാമറയും ഒറിജിനൽ വീഡിയോയും പോലീസ് സീസ് ചെയ്ത് പരിശോധിച്ചിട്ടാണ് ഒരു നിഗമനത്തിലെത്തിയത്. ഞാൻ മനസ്സിലാക്കുന്ന ആ നിഗമനം രാഘവന്റെ ആർഗ്യുമെന്റ്സിന് വിരുദ്ധമാണെന്നാണ്. അപ്പൊ അതിനർത്ഥം ഇദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതയാണ് എന്നത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി. അപ്പോൾ അതിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് ചെലവായി സബ്മിറ്റ് ചെയ്ത തുകയേക്കാൾ എത്രയോ വലിയ തുക ചെലവഴിച്ചു. അത് തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. ഒരു സ്വകാര്യ സംരംഭകർ ഓഫർ ചെയ്ത പണം സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അത് പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമത്തിന്റെ ലംഘനമാണ്. 3 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മദ്യം വിതരണം ചെയ്ത് സമ്മതിച്ചു. അത് നിയമവിരുദ്ധമാണ്. ഇത്രയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ പിന്നെ പോലീസ് കേസെടുക്കല്ലാതെ മറ്റെന്ത് മാർഗം? ഇതിലെന്ത് രാഷ്ട്രീയ പ്രശ്നമുള്ളത്? തെറ്റ് ചെയ്താൽ ആരുടെ പേരിലും നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുന്നതിന്റെ പേരിൽ എത്ര ആളുടെ പേരിൽ കേസെടുക്കുന്നു? അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാൻ പറ്റുമോ? ഇത് ഈ കുറ്റത്തിന് ആരോപിതനായ ആൾ രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പഴുത് പറയാന്നല്ലാതെ മറ്റൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ പറഞ്ഞതുപോലെ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അദ്ദേഹം ഇനിയും മത്സരിക്കുന്നത് ജനാധിപത്യത്തിന് അങ്ങേയറ്റം നാണക്കേടാണ്. തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതുപോലെ തന്നെ, ആ വാക്കുകളിൽ നിന്ന് കേട്ടതുപോലെ തന്നെ, ഒരുപക്ഷെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ മുഴുവൻ നോക്കുകുത്തിയാക്കുന്ന രീതിയിലുള്ള വാചകങ്ങളാണ് പുറത്തു വന്നത്. ഒന്ന്, 70 ലക്ഷം എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് 20 കോടിയോളം രൂപയുടെ കണക്ക് പറയുന്നു. മറ്റൊന്ന്, പ്രവർത്തകർക്ക് മദ്യമടക്കം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. അതായത് ഒന്ന്, ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ ആളുകളെ അവഹേളിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ആകെ മൊത്തത്തിൽ നോക്കുകുത്തിയാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കണ്ടത്. ആ രീതിയിൽ വേണ്ടേ നമ്മൾ വിലയിരുത്താൻ ഈ സംഭവത്തെ? ആ രീതി തന്നെയാണ് വിലയിരുത്തേണ്ടത്. അദ്ദേഹം പറയുന്നു AICC 2 കോടി രൂപ അദ്ദേഹത്തിന് നൽകുന്നുണ്ടെന്ന്. ഈ പണം കോൺഗ്രസിന് എവിടുന്ന് കിട്ടുന്നു? കള്ളപ്പണമായിട്ടാണ് നൽകുന്നത്, പണമായിട്ടാണ് നൽകുന്നത്. അദ്ദേഹം സമ്മതിക്കുന്നു. 20 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാവുന്ന പരിധിയുടെ അനേകം ഇരട്ടിയാണ്. ഇതെങ്ങനെയാണ് ഇദ്ദേഹം സംഭരിക്കുന്നത്? ഇത് അഴിമതിയിലൂടെ സംഭരിക്കുന്ന കള്ളപ്പണമാണെന്ന് വ്യക്തമാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്ത അങ്ങേയറ്റം നികൃഷ്ടമായ പ്രവൃത്തിയാണ് ചെയ്തതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതാണ്. ഇപ്പോ ശരിയാണെന്ന് പോലീസ് കണ്ടെത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. മറ്റാരെങ്കിലും ആരോപിച്ചു കൊണ്ടുവന്നാലല്ലോ. ഈ ദൃശ്യങ്ങൾ കണ്ടവർക്കെല്ലാം അറിയാമായിരുന്നു സത്യമാണെന്ന്. എന്നിട്ടും അദ്ദേഹം അത് വ്യാജ സൃഷ്ടിയാണെന്ന് ആരോപിച്ചപ്പോൾ പോലീസ് നിയമപരമായ നടപടികളാണ് സ്വീകരിച്ചത്. ആവശ്യമായ സമയമെടുത്തു. ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വിളിച്ചപ്പോൾ 4-5 ദിവസം അദ്ദേഹം മാറി നടന്നു. അവസാനം പോലീസ് നോട്ടീസ് കൊടുത്ത് ശക്തമായി ഇടപെട്ടതിന് ശേഷമാണ് മൊഴി കൊടുക്കാൻ പോലും തയ്യാറായത്. ഇലക്ഷന് മുമ്പ് ഇതിന്റെ സത്യാവസ്ഥ വെളിച്ചത്ത് വരാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറൽ? ഇതിനെല്ലാം വ്യക്തമാണ്. അദ്ദേഹം കുറ്റവാളിയാണ്. ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം കുറ്റവാളിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയും സ്ഥാനാർത്ഥിയായി പോകുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. ഈ കാര്യത്തിൽ AICC-യും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എല്ലാം ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അവിടെയാണ് ശ്രീ എളമരം കരീം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. കാരണം ഇത്രയധികം തുക AICC-യിൽ നിന്ന് MK രാഘവനെ പോലെ ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എത്ര തുകയായിരിക്കും AICC ചെലവഴിച്ചിട്ടുണ്ടാകുക? അങ്ങനെയെങ്കിൽ എത്രമാത്രം കണക്കില്ലാത്ത പണമായിരിക്കും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുക? അപ്പോൾ സ്വാഭാവികമായും ഈ അന്വേഷണത്തിനപ്പുറത്തേക്ക് ഒരുപക്ഷെ AICC-യിലെ ഉന്നതന്മാരിലേക്ക് അടക്കം പോകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്നില്ലേ?
ഈ കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും 2 കോടി രൂപ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും കേരളത്തിലെ അവരുടെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥിക്ക് 1 കോടി രൂപ വീതം നൽകിയെന്ന് കൃത്യമായ വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവരുടെ ഘടകകക്ഷിയായി മത്സരിച്ച കക്ഷി അവരോടൊപ്പമില്ല. അപ്പൊ എങ്ങനെയാണ് വിവരം കിട്ടുന്നത് എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതാ. ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കള്ളപ്പണം ഒഴുക്കി എന്ന് രാഘവനെ സമ്മതിക്കുകയാണ്. 2 കോടി മുതൽ 5 കോടി വരെ കിട്ടും, ചിലപ്പോൾ 2 കോടി എഴുതാലും കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാജ്യമാകെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എത്ര കോടി രൂപ കോൺഗ്രസ് സംഭരിച്ചിട്ടുണ്ട്? ഇതൊന്ന് കിട്ടുന്നു. രാഹുൽ ഗാന്ധിയുടെ സ്പെഷ്യൽ വിമാനം ഉപയോഗിക്കുന്നു, ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നു, എല്ലാം ഏത് തെരഞ്ഞെടുപ്പ് ചെലവ് പരിധിയിലാണ് വരുന്നത്? ജനാധിപത്യത്തെ പരിഹാസ്യമാക്കുന്നതിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. രാഘവൻ വാക്കുകളിൽ നിന്ന് ആ സത്യം പുറത്തു വരികയും ചെയ്തിരിക്കും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ എളമരം കരി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും വളരെ ഗൗരവതരമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. MK രാഘവൻ വലിയ കുരുക്കിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം. എത്രമാത്രം വാദങ്ങൾ ഉയർത്തി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെ ഉയർത്തി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആ ദൃശ്യങ്ങൾ വ്യാജമല്ല എന്ന് എന്ന കണ്ടെത്തൽ നിലനിൽക്കുന്നിടത്തോളം കാലം MK രാഘവന്റെ വാദങ്ങൾക്ക് വിലപ്പോകില്ല. കാരണം ആ ദൃശ്യങ്ങൾ യാഥാർത്ഥ്യമാണെന്നാണ് ആ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്ത ചാനലിന്റെ ഓഫീസിൽ നിന്ന് വാങ്ങി നടത്തിയ പരിശോധനയിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നത്. ലതീഷ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ലതീഷ്, ഇവിടെ ഈ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ഇനി എത്രമാത്രം ഉന്നയിക്കാൻ കഴിയും? കാരണം ഈ ദൃശ്യങ്ങളടക്കം ചാനലിന്റെ ഓഫീസിൽ പോയി പോലീസ് കേന്ദ്രീകരിച്ചിരുന്നു. അതിന്റെ ഒറിജിനൽ പോലീസ് വാങ്ങിയിരുന്നു. അത് വാങ്ങി പരിശോധന നടത്തിയപ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായത് ആ ദൃശ്യങ്ങൾ വ്യാജമല്ല എന്നുള്ളതാണ്. ഇവിടെ ഡബ്ബ് ചേർത്തതാണെന്ന ഒരു കാര്യം MK രാഘവൻ ആദ്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡബ്ബ് ചെയ്യുന്ന ആളുകളൊക്കെ പറഞ്ഞു ഒരിക്കലും അതിൽ ഡബ്ബ് ചേർക്കാൻ അങ്ങനെ കഴിയില്ല, കാരണം ലിപ്പൊക്കെ കറക്റ്റ് ആയിട്ടാണ് സിങ്ക് ചെയ്തിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ കേസെടുത്തത് എന്ന ദുർബലമായ വാദമുയർത്തി എത്രമാത്രം പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയും, UDFന് കഴിയും? ലതീഷ്, UDFന്റെ ആ പ്രതിരോധം നേരത്തെ തന്നെ പാളിയ ഒരു സാഹചര്യമാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് വ്യക്തമാക്കിയ അല്ലെങ്കിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിലുള്ളത്. പ്രത്യേകിച്ച് പ്രാഥമികമായ പരിശോധനയിൽ അത് ഈ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദം ഏതെങ്കിലും തരത്തിൽ ഡബ് ചെയ്ത് ചേർത്തതോ അല്ല എന്ന് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആ പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസ് DGPക്ക് അല്ലെങ്കിൽ IG വഴി DGPക്ക് നൽകിയത്. ഇനി ക്രിമിനൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടെന്നും, അതായത് ഈ ദൃശ്യത്തിന്റെ സാധുത കൃത്യമായി ശാസ്ത്രീയ പരിശോധനയിലൂടെ വ്യക്തമാകണമെങ്കിൽ കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം. ആ അന്വേഷണം കോടതി വഴി മാത്രമായിരിക്കും സ്വാഭാവികമായും ഒരു കേസ് നടപടിക്രമം എന്നുള്ള നിലയിൽ ഇത്തരം ദൃശ്യങ്ങളുടെ സാധുത പരിശോധിക്കുക കോടതിയുടെ ഒരു അനുമതിയോടുകൂടി മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രിമിനൽ കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തണം, MK രാഘവനെതിരെ അന്വേഷണം നടത്തണമെന്ന ഒരു റിപ്പോർട്ട് പോലീസ് നൽകിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടി മാത്രമാണിത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇത് മറ്റൊരു ഈ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ മോശമാക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് എന്ന് നിയമം അറിയുന്ന ആർക്കും പറയാൻ കഴിയില്ല. ശരി, AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ MK രാഘവൻ വലിയ കുരുക്കിലേക്ക് നീങ്ങുന്നു. കോഴ ആരോപണത്തിൽ രാഘവനെതിരെ കേസെടുത്തിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. TV9 ഭാരതവർഷ എന്ന ചാനൽ പുറത്തുവിട്ട കോഴ ആരോപണത്തിലാണ് MK രാഘവൻ കുടുങ്ങിയിരിക്കുന്നത്. ഏതായാലും അതിന്റെ ദൃശ്യങ്ങൾ വ്യാജം ആണെന്നായിരുന്നു ആദ്യം MK രാഘവൻ പറഞ്ഞത്. എന്നാൽ ഇത് വ്യാജമല്ല എന്നാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നീക്കത്തിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസം ഇത്തരത്തിലൊരു വലിയ പ്രശ്നത്തിലേക്ക് ചെന്നെത്തുമ്പോൾ UDFന് അത് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുക. ഏതായാലും MK രാഘവനെതിരെ നിലവിൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷെ അഴിമതി നിരോധന നിയമം അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഇതിൽ കാണാമെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം ഇതിൽ കള്ളപ്പണത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഉണ്ടോ എന്നതിനെക്കുറിച്ച് FIRന്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് നമുക്ക് മനസ്സിലാകും.